ബ്രഹ്മണേ നമ. പ്രിയപ്പെട്ടവരെ, ഈ വരുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന ആളുകൾ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJPയും ഒക്കെ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനുള്ള തിരക്കിനിടയിലാണ്. പക്ഷെ ഇവരെല്ലാവരും മറന്നുപോയ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം ഇന്ന് വെറും വോട്ട് തൊഴിലാളികളായി രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളായി മാറിയിരിക്കുന്ന, അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടായത് എങ്ങനെയാണ് എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. കേരള നിയമസഭ രൂപീകൃതമായ ആ കാലഘട്ടത്തിൽ 5 നിയമസഭാ സാമാജികർ നമുക്കുണ്ടായിരുന്നു. അതിനുശേഷം 14ഓളം വരുന്ന നിയമസഭകളിൽ ഒരാളെ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് വളരെ വേദനാജനകമാണ്. 38 ലക്ഷത്തിനും 45 ലക്ഷത്തിനും ഇടയിലുള്ള വിശ്വകർമ്മ സമൂഹം ഐക്യമില്ലാത്തവരാണ്, ഒരുമിച്ച് നിൽക്കാത്തവരാണ് എന്ന കാരണത്താലാണ് ഈ സമുദായ സംഘടനകൾ മാറ്റി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി നമ്മളൊരു ശ്രമം അത് നടത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയും അതുപോലെ തന്നെ വിശ്വകർമ്മ സമുദായ സംഘടനകളും എല്ലാം ചേർന്ന് എടുത്തിട്ടുള്ളത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഏതാണ്ട് 80% സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകൾ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്തും വിശ്വകർമ്മരായ സ്ഥാനാർത്ഥികളെ നിർത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. സനാതനധർമ്മം നശിപ്പിക്കുമെന്ന് പറയുന്ന, അതല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ, ഈശ്വരൻ ഭക്തി എന്നിവയെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോട് വിശ്വകർമ്മർ ചേർന്ന് നിൽക്കണം, ആ പാർട്ടികളിൽ സ്ഥാനാർത്ഥിത്വം നേടിയെടുത്ത് നമുക്ക് വിജയസാധ്യത കണ്ടെത്തണമെന്ന് വിശ്വകർമ്മ സമൂഹത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ മുന്നേറ്റത്തെയും രാഷ്ട്രബോധത്തെയും യഥാർത്ഥ വിശ്വകർമ്മജൻ ആരാണെന്നും പ്രചരിപ്പിക്കാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്യാസി എന്ന നിലയിൽ എനിക്ക് ഈ 2 രാഷ്ട്രീയ പാർട്ടികളെയും, അതായത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും പിന്തുണയ്ക്കാൻ സത്യം പറഞ്ഞാൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവരുടെ ഈ ഹിന്ദു വിരുദ്ധത അത് മാറ്റിവെക്കാത്ത കാലത്തോളം ആ നിലപാട് തുടരുന്നതിനോട് ആർക്കും എതിർപ്പ് പറയാനും സാധ്യമല്ല. ഇവിടെ പിന്നെയുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്, NDA. ദേശീയ തലത്തിൽ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ ചെയ്തിട്ടുള്ള, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, രാഷ്ട്രീയവും നോക്കാതെ മതം നോക്കാതെ എല്ലാവർക്കും വേണ്ടി ജനാധിപത്യപരമായ രീതിയിൽ വളരെ രാഷ്ട്രബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ NDAയിലെങ്കിലും വിശ്വകർമ്മർക്ക് ഒരു നല്ല സ്ഥാനം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങളും ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ ആ പ്രസ്ഥാനവും വിശ്വകർമ്മരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ്. കാണുമ്പോൾ ശരിക്കും സംസാരിക്കും എന്നുള്ളതിലുപരി വിശ്വകർമ്മർക്ക് അർഹമായ ഒരു സ്ഥാനവും നൽകിയിട്ടില്ല. ഞാൻ തന്നെ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കത്തയച്ചിരുന്നു. അത് നേരിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരുന്നു. പക്ഷെ ഇതൊന്ന് കിട്ടിയതായിട്ട് പോലും, സ്വാമി ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനുള്ള മനസ്സ് ഇവർക്ക് ആർക്കുമില്ല. എന്നാൽ ശിവഗിരി മഠത്തിൽ നിന്ന് അവിടുത്തെ സ്വാമിജി ഒരു ഫോൺ കോൾ ചെയ്തപ്പോ അത് വലിയ പത്രവാർത്തയാവാനിടയായി. അതുപോലെ ക്രൈസ്തവ സമുദായങ്ങളിലെ ആചാര്യന്മാർ, ആ പുരോഹിതന്മാർ പറഞ്ഞപ്പോഴും
അവർക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വകർമ്മരെ തഴയുന്ന സാഹചര്യമാണ്. ഏതാണ്ട് തിരൂര് ഭാഗത്ത് ഇസ്ലാമിക കോട്ടയിൽ കൊണ്ടുവന്ന് ഏതോ ഒരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് ആരോ കൊടുത്തിട്ടുണ്ട്. അത് OBC മോർച്ചയുടെ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വകർമ്മ സമുദായവുമായിട്ട് സമുദായ അംഗം എന്നുള്ള നിലയിലല്ലാതെ സമുദായത്തിന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും ഉള്ളതായിട്ടോ ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം ജയിക്കട്ടെ. പക്ഷേ അർഹതപ്പെട്ട ആളുകൾക്ക് സ്ഥാനം കൊടുക്കാതെയുള്ള ഈ പ്രവർത്തനം അത് വേദനാജനകമായതുകൊണ്ട് വിശ്വബ്രാഹ്മണ ആചാര്യ സമിതിയും വിശ്വകർമ്മ സമൂഹത്തിലെ വിവിധ സമുദായ സംഘടനകളിലെ നേതൃത്വ നിലയിലുള്ളവരെല്ലാവരും ചേർന്ന് ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്ത തീരുമാനം എന്നെ അറിയിക്കുകയുണ്ടായി. അതുപ്രകാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ത്രികോണ മത്സരം നടക്കുന്ന 10 മണ്ഡലങ്ങളിൽ വിശ്വകർമ്മരായ സ്ഥാനാർത്ഥികളെ നിർത്തിയാലോ എന്ന ആലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിയുന്നത് വരെ ഉള്ള സമയമുണ്ട്. പക്ഷെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ ഒരു വിഷയത്തിൽ എല്ലാവരും അവർ ചേർന്ന് ഒരു തീരുമാനമെടുത്താൽ അത് കേരളത്തിൽ ചില അംഗങ്ങളുടെ, ചില ആളുകളുടെ വിജയ സാധ്യതകളെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും. അത് വിശ്വകർമ്മ സമൂഹത്തിന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തിന് തന്നെ ചില വേദനകൾ ഉണ്ടാക്കുമെന്നുള്ളത് സത്യമാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യം ശ്രദ്ധിച്ച് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും കൈവടിയാതെയാണ് ഈ സമുദായ സംഘടനകൾ നിൽക്കുന്നത്. അതുകൊണ്ട് അർഹതപ്പെട്ട സ്ഥാനം നൽകിയില്ല എങ്കിൽ തീർച്ചയായും ഈ 10 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇത് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് അവരുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനത്തെ സാമൂഹ്യ മാധ്യമങ്ങളെയും അതുപോലെ കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും വിശ്വകർമ്മ കുലത്തിലെ തന്നെ ഇതുമായി അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലാത്ത സമുദായ സംഘടനകളെയും എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാം ശുഭമായി തീരട്ടെ. ദേശീയതയ്ക്ക് ഒപ്പം നിൽക്കാൻ എല്ലാവർക്കും സാധിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനു വേണ്ടിയിട്ടുള്ള കരുത്ത് നൽകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്തേ.